റോണ്ട ബേണിൻ്റെ 20ാം ദിവസത്തെ പരിശീലനമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഹൃദയത്തെക്കുറിച്ചാണ്. ഹൃദയ മാന്ത്രികത. ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് നന്ദി എന്ന വാചകം. കൃതജ്ഞതയുടെ ഏതു മാന്ത്രിക പരിശീലനവും ലക്ഷ്യമിടുന്നത് എല്ലായ്പ്പോഴും അത് പരമാവധി ഉൾക്കൊള്ളുക എന്നതാണ്. അത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇതെന്തെന്നാൽ നന്ദിയുടെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ പുറം ലോകത്ത് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കേണ്ട കാര്യങ്ങളും വർദ്ധിക്കുന്നു. കാലക്രമേണ ഒരുപാട് കാലം നന്ദി പരിശീലിച്ച ശേഷം നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ യാന്ത്രികമായി തന്നെ ആഴത്തിൽ ഉൾക്കൊണ്ടു തുടങ്ങും. എന്നിരുന്നാലും ഇന്നത്തെ മാന്ത്രിക പരിശീലനം നിങ്ങൾക്ക് ഈ ലെവൽ കൈവരിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ തകിടം മറിക്കും. നന്ദിയുടെ ആഴം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഹൃദയ മാന്ത്രികത പരിശീലനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഹൃദയഭാഗത്ത് കേന്ദ്രീകരിച്ച് മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാകും. നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധ കൊടുത്ത് കൃതജ്ഞത ഉൾക്കൊള്ളുമ്പോൾ ഹൃദയതാളം പെട്ടെന്ന് ക്രമീകൃതവും ശ്രുതിമധുരവുമാകുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിലും പ്രതിരോധ വ്യവസ്ഥയിലും മെച്ചപ്പെട്ട മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുന്നു. ഹൃദയ മാന്ത്രികതയുടെ ശക്തിയെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഏകദേശ ധാരണ നൽകുന്നു. ആദ്യം ശ്രമിക്കുമ്പോൾ കുറച്ചു പരിശീലനം വേണ്ടിവരും, എങ്കിലും പരിശ്രമത്തിന് തക്ക ഫലദായകമാണ്. കുറച്ച് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓരോ തവണ ഇത് പരിശീലിക്കുമ്പോഴും കൃതജ്ഞതാ അനുഭവം ക്രമാതീതമായി വർദ്ധിക്കും. ഹൃദയ മാന്ത്രികത പരിശീലിക്കാൻ നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും ഹൃദയത്തിന് ചുറ്റുമായി കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശരീരത്തിനകത്തോ പുറത്തോ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ കാര്യമില്ല, നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. എന്തെന്നാൽ ഇത് കാര്യങ്ങൾ എളുപ്പമാക്കും. നിങ്ങളുടെ മനസ്സ് ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുന്ന സമയത്ത് മനസ്സിൽ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. നിങ്ങളിത് പലതവണ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൾ അടയ്ക്കേണ്ടി വരില്ല. എന്നാൽ ഒരു പൊതു നിയമം എന്ന നിലയിൽ കണ്ണുകളടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്ദി ഉൾക്കൊള്ളാനാകും. ഹൃദയ മാന്ത്രികത ശരിക്കും വേഗത്തിൽ ലഭിക്കാൻ സഹായകമായ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകും. നിങ്ങളുടെ വലതുകരം നിങ്ങളുടെ ഹൃദയഭാഗത്ത് വെച്ച് നിങ്ങളുടെ മനസ്സവിടെ കേന്ദ്രീകരിച്ച് മാന്ത്രിക വാക്കായ നന്ദി പറയാം. അതല്ലെങ്കിൽ മാന്ത്രിക വാക്കായ നന്ദി നിങ്ങളുടെ മനസ്സ് പറയുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതായി സങ്കല്പിക്കുക. ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ 10 ആഗ്രഹങ്ങളുടെ പട്ടിക എടുക്കുക. ഓരോ ആഗ്രഹത്തിന്മേലും ഹൃദയ മാന്ത്രികത പരിശീലിക്കുക. ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലോ ഉച്ചത്തിലോ വായിക്കുക. ഓരോന്നും വായിച്ച് അവസാനം എത്തുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ഹൃദയഭാഗത്തായി കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് ഹൃദയഭാഗത്ത് വെച്ച് മാന്ത്രിക വാക്കായ നന്ദി വീണ്ടും പതുക്കെ പറയുക. ഞാൻ നൽകിയ ഈ ടിപ്പുകൾ സഹായകരമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ആഗ്രഹങ്ങൾക്ക് മേലും ഹൃദയ മാന്ത്രികത പ്രയോഗിച്ചു കഴിയുമ്പോൾ നന്ദിയുടെ ആഴം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രധാന ആഗ്രഹങ്ങൾക്കുള്ള നന്ദി നിങ്ങൾ നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ്. ഒരിക്കൽ ഹൃദയ മാന്ത്രികത നിങ്ങൾ കുറച്ച് തവണ പരിശീലിച്ചാൽ നിങ്ങളുടെ അനുഭവത്തിൻ്റെ ആഴത്തിൽ വലിയ വർധനവ് അറിയാനാകും. നന്ദിയെ സംബന്ധിച്ച് അത് ആഴത്തിൽ ഉൾക്കൊള്ളലാണ്. എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം വലുതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സമൃദ്ധി. നിങ്ങളുടെ കൃതജ്ഞതയുടെ ആഴം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അടയാളങ്ങൾ ഹൃദയത്തിന് ചുറ്റും തുടിപ്പുണ്ടാക്കുകയോ ശരീരത്തിൽ ആകമാനം സന്തോഷം തിരിയടിക്കുന്ന പോലെയോ ആകാം. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാം, അല്ലെങ്കിൽ ശരീരത്തിന് രോമാഞ്ചമുണ്ടാകാം. എന്നാൽ ആഴത്തിലുള്ള സമാധാനവും സന്തോഷവും മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധം നിങ്ങൾ അറിയാൻ തുടങ്ങും. ഒന്നുകൂടെ 20 ദിവസത്തെ പരിശീലനം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദിയായിരിക്കുന്നതെന്ന് എഴുതുക. നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക. ഈ അനുഗ്രഹത്തിന് പരമാവധി നന്ദി ഉൾക്കൊള്ളുക. ഇന്നത്തെ പരിശീലനം നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റുമായി നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് മാന്ത്രിക വാക്കായ നന്ദി മനസ്സിൽ ഉരുവിടുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. ഓരോ ആഗ്രഹവും വായിക്കുന്നതോടൊപ്പം ഹൃദയ മാന്ത്രികത പരിശീലിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റുമായി മനസ്സ് കേന്ദ്രീകരിച്ച് പതുക്കെ വീണ്ടും നന്ദി എന്ന് പറയുക. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലെ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം, അതായത് ഇന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. ഈ പ്രാക്ടീസുകൾ വളരെ ലളിതവും ബ്യൂട്ടിഫുള്ളുമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ ലൈഫിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. എന്തായാലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഒരു
കാ മണിക്കൂർ പോലും നിങ്ങൾക്കിതിന് ആവശ്യം വരില്ല. ഈ ദിവസത്തിൽ ഏതെങ്കിലും ടൈമിൽ ചെയ്താലും നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.